കഴിഞ്ഞ 20 വർഷക്കാലമായി ഒരു ജനപ്രതിനിധിയായി തുടരുവാൻ പ്രവർത്തിക്കുവാൻ എനിക്ക് അവസരം തന്ന ഒരു പ്രസ്ഥാനം, ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം, വിശിഷ്യ UDF. കഴിഞ്ഞ 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കൊട്ടാരക്കരയിൽ എനിക്കുണ്ടായ തിക്ത അനുഭവങ്ങളാണ് ആ പ്രസ്ഥാനത്തിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. നമുക്കറിയാം, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ ക്യാൻവാസ് ഒന്നുമല്ല. നിയമസഭ പോലുള്ള ഒരു വലിയ ക്യാൻവാസിൽ മത്സരിക്കുക എന്നുള്ളത് ഒരു സാധാരണക്കാരിയായ എന്നെ പോലുള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണ്. ഞാൻ മത്സരിച്ചത് KN ബാലഗോപാൽ എന്ന് പറയുന്ന ഒരു വലിയ പ്രമുഖനോട് കൂടിയായിരുന്നു. മത്സര രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ പൊതുസമൂഹം എന്നെ 2 കൈയും നീട്ടി സ്വീകരിച്ചു. എന്തുകൊണ്ടെന്നാൽ ഒരു സാധാരണക്കാരിയായി 2005 മുതൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച എനിക്ക് പൊതുസമൂഹം തന്ന ഒരു സ്വീകാര്യത, അതിലുപരിയായി ഞാൻ പ്രവർത്തിച്ചു വന്ന, ഇന്ന് വരെ ഈ സമയം വരെ പ്രവർത്തിച്ചു വന്ന പ്രസ്ഥാനം കുറേ നാൾ എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വളരെ തുച്ഛമായ വോട്ടുകൾക്കാണ്, ഇവിടെ ഇരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ കുറച്ച് മാർജിനിലാണ് എനിക്ക് പരാജയപ്പെടേണ്ടി വന്നത്. അതിനുശേഷം ആ മണ്ഡലത്തിൽ സജീവമായി നിൽക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ സജീവമായി നിൽക്കണമെങ്കിൽ പോലും നമുക്ക് സാമ്പത്തികമായി ധാരാളം ബാധ്യതകൾ ഏറ്റെടുക്കേണ്ടി വരും. രാവിലെ മുതൽ, നമുക്കറിയാം, ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം രാവിലെ മുതൽ രാത്രി വരെ പൊതുപ്രവർത്തനം നടത്തണമെങ്കിൽ നമ്മൾ പൊതുപ്രവർത്തന മേഖലയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് സാധാരണക്കാരായ ധാരാളം ആൾക്കാർ എത്തിച്ചേരും. അവരെ എല്ലാം സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒന്നായിരുന്നു. എങ്കിലും അതെല്ലാം പിടിച്ചു നിന്നുകൊണ്ട്, തരണം ചെയ്തുകൊണ്ട് ആ നിയോജക മണ്ഡലത്തിൽ ഉടനീളം ഓടി നടക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് MP എന്ന് പറയുന്ന അദ്ദേഹം എന്നോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് സീറ്റ് കിട്ടാൻ അവസരം ഉണ്ടാക്കി തന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ മറന്നുപോകാൻ എനിക്ക് കഴിയില്ല. പക്ഷേ അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന ഒരു പ്രത്യേക വിഭാഗം കൊട്ടാരക്കരയിൽ അദ്ദേഹത്തെ തളച്ചിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ വയ്യാത്ത രീതിയിൽ കൊട്ടാരക്കരയിൽ അദ്ദേഹത്തിന് എന്തൊക്കെയോ കൂച്ചുവിലങ്ങുകളാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തെ മറന്നുകൊണ്ട് എനിക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ലെങ്കിലും അദ്ദേഹം എനിക്ക് തന്ന സ്നേഹവും വാത്സല്യവും പൊതുപ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കാൻ തന്ന അവസരമൊന്നും ഒരിക്കലും ഞാൻ മറക്കില്ല. അതിലുപരിയായി ഞാൻ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. ആ സമയങ്ങളിൽ അഡ്വക്കേറ്റ് ജെബി മേത്തർ MP മാഡം തന്ന സ്നേഹവും എൻ്റെ സഹപ്രവർത്തകർ തന്ന സ്നേഹവും വാത്സല്യവുമെല്ലാം ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. അതിലുപരിയായി ഞാനൊരു KPCC സംസ്കാര സാഹിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി നിയമസഭയിൽ മത്സരിച്ചതിന് ശേഷമാണ് ആ അവസരവും എന്നെ തേടി വന്നത്. ആ മേഖലയിൽ, സംസ്കാര സാഹിതി എന്ന് പറയുന്ന സംഘടനയുടെ മേഖലയിൽ എനിക്ക് ധാരാളം അധ്യാപക സുഹൃത്തുക്കൾ അടക്കം വലിയ ഒരു സുഹൃത്ത് ബന്ധമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇനി ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗമായി വരുമ്പോൾ ആ സുഹൃത്ത് ബന്ധമെല്ലാം നിലനിൽക്കുമോ എന്നുള്ളത് എനിക്കറിയില്ലെങ്കിൽ പോലും ആ സുഹൃത്ത് ബന്ധമെല്ലാം ഞാൻ എന്നും മനസ്സിൽ കാത്തു സൂക്ഷിക്കും. അതോടൊപ്പം പൊതുസമൂഹം തന്ന സ്നേഹവും വാത്സല്യവും എല്ലാമാണ് ഞാൻ ഇന്ന് വരെ ഈ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്രയും നാളും പ്രവർത്തിച്ച പ്രസ്ഥാനം, അതിലെല്ലാവരെയും ഞാൻ കുറ്റം പറയില്ല, പക്ഷെ ചിലരെല്ലാമാണ് എനിക്ക് ആ പ്രസ്ഥാനത്തിൽ തുടരാൻ ധാരാളം തിക്തഫലങ്ങളാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ആ തിക്തഫലങ്ങളെല്ലാം തന്നെ ചിലരുടെ ഭാഗത്തു നിന്ന് മാത്രമാണ്. എന്നെ നന്നായി സഹായിച്ചവരും സ്നേഹിച്ചവരും നെഞ്ചോട് ചേർത്ത് പിടിച്ചവരും ആ പ്രസ്ഥാനത്തിലുണ്ട്. അവരെല്ലാം ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ്. എന്തായാലും നിയമസഭയ്ക്ക് മത്സരിക്കാൻ അവസരം ലഭിച്ചതിന് ശേഷമാണ് എനിക്ക് ഇത്രയും അധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നത്. ഒരു സാധാരണക്കാരിയായ എനിക്ക് 140 നിയോജക മണ്ഡലങ്ങളിൽ ഒരാളായി വരാൻ കഴിയുന്നത് തന്നെ ഒരു ഈശ്വരാനുഗ്രഹമാണ്. ഞാൻ എന്നും ഇപ്പം ചിലപ്പം പല സ്ഥലത്തിൽ നിന്ന്
എൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് പോലും ഞാൻ കുറച്ച് ദിവസമായി NDAയിൽ ചേരുന്നു എന്ന വാർത്ത വന്നപ്പോൾ നവമാധ്യമങ്ങളിലൂടെ എനിക്കെതിരെ ഒളിയമ്പുകൾ എറിയുകയാണ്. ഞാൻ ആരോടും പ്രതികരിക്കാൻ തയ്യാറല്ല. പറയുന്ന ആ കാര്യങ്ങളെയെല്ലാം ഞാൻ നല്ലതാണെങ്കിൽ സ്വീകരിക്കുകയും ചീത്തയാണെങ്കിൽ അതിനെ തൃണവൽക്കരിക്കുകയും ചെയ്യും. ഇന്ന് ഞാൻ ഇവിടേക്ക് കടന്നു വന്നപ്പോൾ എന്നെ ഈ പ്രസ്ഥാനത്തിലേക്ക് ക്ഷണിച്ചത് ഏറ്റവും ബഹുമാന്യനായ കൊല്ലം ജില്ലയുടെ ചാർജ് കൂടി വഹിക്കുന്ന അജിത് ചേട്ടൻ. അതിനുശേഷമാണ് ഞാൻ നവമാധ്യമങ്ങളിലൂടെയെല്ലാം ചർച്ചകളിലൂടെയെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അതിനുശേഷമാണ് AN രാധാകൃഷ്ണൻ ചേട്ടനെ പരിചയപ്പെടുന്നത്. ആദ്യമായാണ് ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ജിയോട് ഇന്ന് സംസാരിക്കാൻ അവസരം ലഭിച്ചത്. ഇദ്ദേഹം സംസ്ഥാന പ്രസിഡന്റായി വന്നതിന് ശേഷം ആദ്യമായി ഞങ്ങളുടെ എല്ലാം പ്രദേശത്ത് എല്ലാ മനുഷ്യരും എത്തിച്ചേരുന്ന, എല്ലാ മനുഷ്യരുടെയും സുഖദുഃഖങ്ങളിൽ പങ്കാളിയാകുന്ന കൊട്ടാരക്കര ഗണപതി എന്ന് പറയുന്ന വലിയ ഒരു ഭഗവാൻ കൊട്ടാരക്കരയിലുണ്ട്. അവിടെ ഇദ്ദേഹം ചാർജ് എടുത്തതിന് ശേഷം കടന്നു വന്നപ്പോൾ ആദ്യമായി അവിടെ നിന്ന ധാരാളം BJPയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻ്റെ സഹപ്രവർത്തകരടക്കം ഇദ്ദേഹത്തെ കാണാനും ആയി എന്നെ ക്ഷണിക്കുകയുണ്ടായി. ഞാൻ മറ്റൊരു പ്രോഗ്രാമിൽ അവിടെ പങ്കെടുക്കുകയായിരുന്നെങ്കിൽ പോലും ഓടി വന്നപ്പോൾ ഇദ്ദേഹം കടന്നു പോവുകയാണ് ഉണ്ടായത്. അന്നു മുതൽ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്ന ഒരാളായിരുന്നു സംസ്ഥാന പ്രസിഡന്റ്. എന്തായാലും ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. നാളിതുവരെ എൻ്റെ പ്രസ്ഥാനം, ഞാൻ ഇന്ന് വരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച എൻ്റെ പ്രസ്ഥാനം തന്ന സ്നേഹവും വാത്സല്യവും എല്ലാം നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പുതിയ ഒരു പ്രസ്ഥാനത്തിലേക്ക് എത്തുന്നത്.